ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയ്ക്കൊപ്പം പോകുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് LDC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളാണ്. നമ്മളൊരു ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന OAയ്ക്ക് മുമ്പായിട്ട് കഴിഞ്ഞ LDC പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും. ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ചൊരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിനെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ കൈവശം ഒരു കമ്പിയുണ്ട്. കമ്പിയുടെ നീളം എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം സെന്റിമീറ്ററിലാണ്. ഇപ്പോൾ കാൽക്കുലേഷൻ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3.5 മീറ്ററിനെ എന്താക്കി മാറ്റുന്നു, സെന്റിമീറ്റർ ആക്കിയിട്ട് മാറ്റുകയാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സെന്റിമീറ്റർ ആണ്, 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 വെച്ച് ഗുണിച്ചാൽ 350 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ആ ഒരു കമ്പിയുടെ നീളം സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ എത്രയാണ്, 350 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്ത് പറയുന്നത് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം ഇപ്പോൾ എന്തുണ്ട്, ഒരു സമചതുരവും ഉണ്ട്, സമഭുജ ത്രികോണവും ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഇവിടെ പോയിന്റായിട്ട് പറയുന്നത് എന്താണ്, സമഭുജ ത്രികോണത്തിന്റെയും അതേപോലെ തന്നെ സമചതുരത്തിന്റെയും വശങ്ങൾ എന്താണ്, ഒരേ നീളമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം A ആണെങ്കിൽ അതിന്റെ എല്ലാ വശവും എന്തായിരിക്കും, A ആയിരിക്കും. ആ A തന്നെയാണ് ഏതിന്റെയും വരിക, ഈ സമചതുരത്തിന്റെയും വരിക. അതായത് നമുക്ക് ഇപ്പോൾ സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും കൂട്ടുന്നു, സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കൂട്ടുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 350 സെന്റിമീറ്റർ എന്ന് കിട്ടണം. അതായത് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 4A എന്നാണ് കിട്ടുക. A പ്ലസ് A പ്ലസ് A പ്ലസ് A പ്ലസ് 4A എന്ന് കിട്ടും. പ്ലസ് സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കൂട്ടിയാൽ അപ്പം എന്ത് കിട്ടും, 3A എന്ന് കിട്ടും. ഇത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം, 350 എന്ന് കിട്ടണം. കാരണം ആ കമ്പിയുടെ നീളം എന്താണ്, 350 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് 7A = 350 എന്ന് കിട്ടി. A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 50 എന്ന് കിട്ടും അല്ലെ. 350 / 7 ചെയ്താൽ 50 കിട്ടും. 50 സെന്റിമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എന്താണ് ചിന്തിച്ചാൽ തന്നെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 30% വില കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ ഒരു വസ്ത്രം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സാധാരണ ഉള്ള അതിൻ്റെ വിലയെ നമ്മൾ 100% എടുക്കാറുള്ളത്. ഇപ്പോൾ 30% കുറച്ചു എന്ന് പറഞ്ഞാൽ 100നോട് 30 കുറച്ചാൽ കിട്ടുന്ന 70% ഇവിടെ തന്നിരിക്കുന്ന 3500 എന്ന് പറയുന്നത്. യഥാർത്ഥ വിലയുടെ 70% അദ്ദേഹം അത് മേടിച്ചിരിക്കുന്നത്. യഥാർത്ഥ വിലയുടെ 3500 എന്ന് പറയുന്നത് 70%. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, യഥാർത്ഥ വില കണ്ടുപിടിക്കാനാണ്. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയതാണ്. അതായത് ഈ 100% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഉത്തരം കിട്ടും. 70% എന്ന് പറയുന്നത് 3500 ആണ്. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3500 / 70 ആയിരിക്കും. 100% എന്ന് പറഞ്ഞാലോ 1% × 100 ചെയ്താൽ മതി. അതായത് 3500 / 70 × 100 ചെയ്താൽ ഉത്തരം കിട്ടും. ഈ 0 ഈ 0 വെട്ടി ഇതിങ്ങനെ വെട്ടിയാൽ 50 വരും. 50 × 100 5000. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ A ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, അച്ചുവിന്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അനുഷ്ഠബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായിട്ട് 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. 1:5 എന്നതാണ് ഇവിടെ സിമന്റും മണലും തമ്മിലുള്ള റേഷ്യോ. ഇവിടെ ഒരു റേഷ്യോയ്ക്ക് തുല്യമാണ് ഇപ്പോൾ ഇവിടെ മേടിച്ചിരിക്കുന്ന 45 ചാക്ക് സിമന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 45 × 5 ചെയ്താൽ മതി. നമുക്ക് അവിടെ കിട്ടുന്നത് 225 ചാക്ക് എന്നാണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ കൈവശം ഒരു ചതുരമുണ്ട്. ചതുരം എന്ന് പറഞ്ഞാൽ അതിന്റെ നീളം L ആയിട്ടും വീതി B ആയിട്ടും ഞാൻ എടുക്കുന്നു. അതിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 × L + B ആണ്. അതെന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ ആണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതും കൊണ്ട് വെട്ടിച്ചുരുക്കാം. അതായത് L + B = 13 എന്ന് കിട്ടും. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് L + B = 13 എന്ന് ആക്കിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ.
അടുത്ത കേസിൽ പറയുന്ന ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും, അതായത് നീളം എന്ന് പറയുന്നത് 2 മടങ്ങാക്കി, അതായത് 2L എന്നാക്കിയിട്ടുണ്ട്. വീതി 3 മടങ്ങുമാക്കി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബി ആണെങ്കിൽ ഇപ്പോൾ അത് 3B എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 62 മാറിയിട്ടുണ്ട്. അതായത് 2 × 2L + 3B ആണ് എന്തെന്ന് പറയുന്നത് 62 എന്ന് പറയുന്നത്. നേരത്തെ ചെയ്ത പോലെ 2 വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് വെട്ടിക്കളയാം. അപ്പോൾ നമുക്കിവിടെ 31 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? 2L + 3B = എത്ര എന്ന് വന്നു? 31 എന്ന് കിട്ടി. 2L + 3B = 31 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കൈവശമുള്ള 2 ഇക്വേഷനാണ്. ഒന്ന് L + P = 13, മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് 2L + 3B = 31 എന്ന് പറയുന്ന 2 ഇക്വേഷനാണ് ഇപ്പോൾ നമ്മുടെ കൈവശം ഉള്ളത്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നീളം കണ്ടുപിടിക്കാനാണ്. ചതുരത്തിന്റെ നീളം എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ബി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ആക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ബിനെ എന്താക്കി മാറ്റണം? 3B എന്നാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? 2 ഇക്വേഷൻസ് അങ്ങോട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ 3 വെച്ചിട്ട് അങ്ങോട്ട് ഗുണിച്ചു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറി? 3L + 3B = 13 × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 39 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 2 ഇക്വേഷനും എന്ത് ചെയ്യാണ്? കുറയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 × 3L-ഉം 2L-ഉം കൂടെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? L കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 39-ഉം 31-ഉം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നീളത്തിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ഡി 8 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യണം. ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. പിന്നെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്തിട്ട് എല്ലിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ്? പലർക്കും പല രീതിയായിരിക്കും. ഞാനിവിടെ എനിക്ക് എളുപ്പമായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതിനേക്കാൾ എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ സ്വന്തമായ രീതിയിൽ തന്നെ ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നൊരു മാർഗ്ഗമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 km സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 840 km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കൂറിൽ 840 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. 1 മണിക്കൂറിൽ 840 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5040 കിലോമീറ്റർ പോകാനായിട്ട് അദ്ദേഹത്തിന് എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? 1 മണിക്കൂറിൽ 840 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5040 കിലോമീറ്റർ പോകാനെന്ന് വെച്ചാൽ 5040 / 840 ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം കിട്ടുക എന്ന് നോക്കുക. ഇത് നമ്മൾ വെട്ടി ഇത് നമുക്ക് 6 വെച്ച് പോവുകയാണെങ്കിൽ അല്ലേ, 84 × 6 ചെയ്തിട്ടുണ്ടെങ്കിൽ 6 × 4 24, 8 × 42, 504. അപ്പോൾ ഇവിടെ നമുക്ക് 6 മണിക്കൂർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 75-ാം ചോദ്യം ഓപ്ഷൻ എ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് LDCക്ക് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇപ്പോൾ രവിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആരുമുണ്ട്? വീണയുമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്ക്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. അപ്പൊ രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. അവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 2:1 എന്നാണ് റേഷ്യോ വരുന്നത്, വയസ്സുകളുടെ റേഷ്യോ. എപ്പോ? അടുത്ത വർഷമാണ്. അപ്പൊ നിലവിൽ ഉള്ള വർഷമല്ല, തൊട്ടടുത്ത വർഷം. അടുത്ത വർഷത്തെ റേഷ്യോ ആണ് 2:1. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഇന്ന് രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണെങ്കിലും കുറെ വർഷം മുമ്പ് രവിക്ക് വീണയേക്കാൾ എത്ര വയസ്സ് കൂടുതലാന്ന് ചോദിച്ചാലും 10 ആണ്. നാളെ ചോദിച്ചാലും 10 ആണ്. അതായത് വയസ്സുകളുടെ വ്യത്യാസം ഒരിക്കലും എന്ത് ചെയ്യില്ല? മാറത്തില്ല. അപ്പോൾ റേഷ്യോ വ്യത്യാസം നോക്ക്. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്. ഒരു റേഷ്യോയ്ക്കാണ് എത്ര എന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. അപ്പൊ രവി എന്താണ്? 2 റേഷ്യോയ്ക്ക് തുല്യമാണ്. ഒരു റേഷ്യോ 10 ആണ്. അപ്പൊ 2 റേഷ്യോ എന്ന് പറയുമ്പോൾ 20 ആണ്. ഇത് എപ്പോഴത്തെയാണ്? അടുത്ത വർഷത്തെയാണ്. ഇപ്പൊ എത്രയായിരിക്കും? ഓപ്ഷൻ എ 19.
കുറേ പേരെങ്കിലും പോയിട്ട് ഏത് കറുപ്പിച്ചിട്ടുണ്ടാവും? ഓപ്ഷൻ സി 20 പോയിട്ട് കറുപ്പിച്ചിട്ടുണ്ടാകും. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ചോദ്യമാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, നമുക്കറിയാവുന്ന ചോദ്യമാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള ചോദ്യത്തിനുള്ളിലും തെറ്റിക്കാനുള്ള ചില സാധ്യതകൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ റേഷ്യോ മെത്തേഡിലൂടെ പോയാൽ മതി, അല്ലാതെ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യാൻ നിന്നാൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. 2:1 ആണ് അവരുടെ റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ ഡിഫറൻസ് 1 ആണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 തുല്യമാണ്, 10 വയസ്സിന് തുല്യമാണ്. അപ്പോൾ 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 എന്ന് കിട്ടും. പക്ഷേ അത് അടുത്ത വർഷത്തെ വയസ്സാണ്. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 19 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം എന്നായിരിക്കുമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നോക്കാം. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാന ദിവസം ഏത് ദിവസമായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. ഏപ്രിൽ മാസത്തിൽ 30 ദിവസമാണുള്ളത്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 28 ശിഷ്ടം 2 ഉണ്ട്. അതായത് 28 ദിവസവും 2 ദിവസവും. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനെ അർത്ഥമാക്കുന്നത് എന്താണ്? 28ാമത്തെ ദിവസം വരെ എന്താണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബുധനാഴ്ച എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ചയിൽ തുടങ്ങുന്ന ഒരു ആഴ്ച അവസാനിക്കുന്ന ഏത് ദിവസമായിരിക്കും? തൊട്ട് പിന്നിലെ ദിവസമായ ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ? അപ്പോൾ ഈ പറയുന്ന 28ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ചൊവ്വാഴ്ച ആയിരിക്കും. 28ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ആയിരിക്കും. 29ാമത്തെ ദിവസം ഏതായിരിക്കും? ബുധനാഴ്ച ആയിരിക്കും. അതേപോലെ തന്നെ 30ാമത്തെ ദിവസം ഏതായിരിക്കും? വ്യാഴാഴ്ച ആയിരിക്കും. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ റിമൈൻഡർ എത്താമെന്ന് നോക്കുക. അതങ്ങോട്ട് കൂട്ടിയാൽ മതി. അത് ബുധൻ, വ്യാഴം. അപ്പോൾ ഇവിടെ എന്താണ്? വ്യാഴം എന്നാണ് നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത പദം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. BEG, JMO, RUW എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പദമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, B എഴുതി, അത് കഴിഞ്ഞിട്ട് Cയും Dയും എഴുതിയില്ല, പിന്നെ E എഴുതി, പിന്നെ Fഉം എഴുതിയില്ല, അതിനുശേഷം G എഴുതി. അതായത് ആദ്യത്തെ ഒരു ലെറ്റർ, പിന്നെ 2 എഴുതിയില്ല, അടുത്ത ലെറ്റർ എഴുതി, 1 എഴുതിയില്ല, തൊട്ടടുത്ത ലെറ്റർ എഴുതി. അതാണ് ഈ ഒരു ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നോക്കുക, G കഴിഞ്ഞാൽ പിന്നെ J ആണ് വരുന്നത്. HI 2 എഴുതിയില്ല, പിന്നെ KL 2 എഴുതിയില്ല, M എഴുതി, N 1 എഴുതിയില്ല, പിന്നെ O എഴുതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ W കഴിഞ്ഞാൽ XY Z ആണ് വരേണ്ടത്. Z കഴിഞ്ഞാൽ AB തിരിച്ചു വരണം, C ആണ് വരേണ്ടത്. ZC എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ്. അപ്പോൾ Z കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരണം, Aയിലോട്ട് വരണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A Xന്റെ സഹോദരിയും X Yയുടെ മകളും Y Zന്റെ മകളുമാണെങ്കിൽ Aയുടെ ആരാണ് Z എന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നത് A എന്ന് പറയുന്നത് Xന്റെ സഹോദരിയാണ്. അപ്പോൾ ഇവിടെ Aന്റെ ജെൻഡർ നമുക്കറിയാം, സഹോദരിയാണ്. ഞാനിവിടെ പ്ലസ് കൊടുക്കുകയാണ്. അതായത് സ്ത്രീകൾക്ക് പ്ലസും പിന്നെ പുരുഷന്മാർക്ക് ഇങ്ങനെയും കൊടുക്കാം, ഇങ്ങനെ ഒരു ആരോഗ്യം കൊടുക്കാം, മനസ്സിലാകാൻ വേണ്ടി. അത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് A Xന്റെ സഹോദരിയും X Yയുടെ മകളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ X എന്ന് പറഞ്ഞാൽ ആരാണ്? Yയുടെ മക്കളാണ്. അപ്പോൾ Xന്റെ ജെൻഡർ നമുക്ക് കിട്ടി, അവരും എന്താണ്? പെണ്ണാണ്. Y Zന്റെ മകളും, Y എന്ന് പറയുന്നത് Zന്റെ മകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ Y എന്ന് പറയുന്ന ആളുണ്ട്, Zന്റെ മകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Yന്റെ ജെൻഡർ നമുക്ക് കിട്ടി. Aയുടെ ആരാണ് Z എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Aയുടെ ആരാണ് Z എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 79ാമത്തെ ചോദ്യം. A Xന്റെ സഹോദരിയും X Yയുടെ മകളും, Y എന്ന് പറഞ്ഞാൽ Zന്റെ മകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? Zന്റെ മകളാണ്. അപ്പോൾ Y എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, Zന്റെ മകളാണ് Y എന്ന് പറയുന്നത്. ചോദിച്ചെന്താണ്? Aയുടെ ആരാണ് Z എന്നാണ്. Aയുടെ ആരാണ് Z എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ, അമ്മാമ, അമ്മാവൻ, സഹോദരി. ഇവിടെ നമുക്ക് ജെൻഡർ അറിഞ്ഞില്ലെങ്കിൽ പോലും ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയതാണ് അമ്മാമയാവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ C, അമ്മാമ.
ഈ അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും എന്നാണ്. ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ക്ലോക്ക് വരച്ച് നമ്മൾ ആ ഒരു ആംഗിൾ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതായത് 13h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ആംഗിൾ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ 4 ഉണ്ട്, അതുപോലെ തന്നെ 2. 4:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 4ന്റെ നേരെയും മിനിറ്റ് സൂചി 2ന്റെ നേരെയായിരിക്കും. മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. 2, 3, 4. ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ 2 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണ്? 60 ഡിഗ്രി എന്നായിരിക്കും വരിക. ഇനി 4:10 എന്ന് പറയുന്ന സമയത്ത് ഈ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ശരിക്കും 4ന്റെയും 5ന്റെയും ഇടയിലായിരിക്കും അല്ലേ? 4ന്റെയും 5ന്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ആംഗിൾ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കൂട്ടിയിരിക്കുന്നത് 4ഉം 2ഉം തമ്മിലുള്ള ആംഗിളാണ് നമുക്കിപ്പോൾ 16 എന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കുറച്ച് ഇങ്ങോട്ടായിട്ടാണ് ഈ മണിക്കൂർ സൂചി നിൽക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ആംഗിളും കൂടെ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യണം. അപ്പോൾ അത് കിട്ടാൻ സിമ്പിളാണ്. ഈ 10 ഉണ്ടല്ലോ, ഈ 10 മിനിറ്റിൻ്റെ 10 അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 5 വരും. 60 + 5 ഓപ്ഷൻ ബി 65 ഉത്തരമായിട്ട് വരേണ്ടത്. 65 ഇവിടെ നമ്മുടെ ഉത്തരം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ച് എന്താ ചെയ്യുക? 30h = 11/2 m ആണ്. 30h - 11/2 m എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് 4:20 അല്ലേ? എച്ചിൻ്റെ സ്ഥാനത്ത് 4 കൊടുത്തു. അപ്പോൾ 30 × 4 - 11/2 × എത്രയാണ്? 4:20 ആകുമ്പോൾ 4:10. 4:10 എന്നല്ല നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 കൊടുത്തു. അപ്പോൾ നമുക്ക് 120 കുറയ്ക്കണം, 55 വരും. 65 തന്നെ കിട്ടും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഉത്തരം എന്താണ്? 65 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് മാത്സിലെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പായിട്ട് LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും LGSന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച മാത്സിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം അതേ പാറ്റേണുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്ന പരീക്ഷയിലും ചോദിക്കുക. അപ്പോൾ നമുക്ക് മാത്സ് പാടൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പമായിട്ട് തോന്നുന്നതായിരിക്കും. പിന്നെ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാമെന്നും മനസ്സിലാക്കാനും പറ്റും. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.